കൃഷിയോട് ആഭിമുഖ്യമുള്ളവരാക്കി വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിപണനത്തിന്റെയും വിശാല വീതി തുറന്നുകൊണ്ട്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അഗ്രോ കാർണിവൽ ആണ് കേട്ടോ. അതായത് പൂക്കളും പച്ചക്കറികളും എല്ലാം ഉണ്ട്, ഒരു കാർഷികോൽപ്പന്നങ്ങളാണ്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ബേക്കൽ ഫെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇതുള്ളത്. അതായത് പള്ളിക്കരയിൽ തന്നെയാണ് ഈ ഒരു അഗ്രോ കാർണിവലും കൂടി ഉള്ളത് കേട്ടോ. നിങ്ങളേവരെയും കുടുംബസമേതം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൃഷി ഒരു ജീവനോപാധി എന്നതിനപ്പുറം ഒരു സംസ്കാരമായി കൊണ്ടുനടന്നവരാണ് നമ്മുടെ പൂർവികർ. മണ്ണും മനുഷ്യരും തമ്മിലുള്ള നാഭീനാള ബന്ധമാണ് കാർഷിക സംസ്കാരത്തിന്റെ അടിസ്ഥാനം. അതിരു കാക്കുന്ന ജവാനും കതിരു വിളയിക്കുന്ന കർഷകരും കൃഷിയോട് ആഭിമുഖ്യമുള്ളവരാക്കി വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിപണനത്തിന്റെയും വിശാല വീതി തുറന്നുകൊണ്ട് നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എനിക്കിത് സ്വർഗ്ഗമാണെന്ന് തോന്നിയിട്ടാ. നമുക്കിങ്ങനെ ഇത്രയും മനോഹാരിത കണ്ട് വല്ലാത്തൊരവസ്ഥയാവുക, അബോധാവസ്ഥയിലേക്ക് പോവുക എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരവസ്ഥയാണ്. അതായത് അതിമനോഹരമായ കാഴ്ച കണ്ട് ആ ഒരവസ്ഥയിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് രസമാണ്. ഈ ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയില്ല. ഡയറക്റ്റ് നേരിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഇത് ആസ്വദിക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, നമുക്ക് ഈ ഫോണിൽ കാണുന്ന പോലെയല്ല. ഫോണിൽ തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ നേരിട്ട് എത്ര മനോഹാരിത ഉണ്ടാവുമെന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതുവർഷം 2025 വരവേറ്റുകൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കാർഷിക ഉൽപ്പന്ന ഉപകരണ പ്രദർശന വിപണനമേള അഗ്രോ കാർണിവൽ 2024 നിങ്ങൾക്ക് ഏവർക്കും കുടുംബസമേതം സ്വാഗതം. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, ജൈവ വൈവിധ്യ ശേഖരങ്ങൾ, അത്യപൂർവമായ കാഴ്ചവസ്തുക്കൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അഗ്രോ കാർണിവൽ 2024 ധനുമാസ കുളിരിക്കുന്നവരായി ജീവിത തിരക്കുകളിൽ നിന്ന് ആസ്വാദനത്തിന്റെയും ആനന്ദത്തിന്റെയും അനവധി വേഷങ്ങൾ ആസ്വദിക്കുവാൻ വരും അഗ്രോ കാർണിവലിലേക്ക്. കാർണിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികൾ. ഒട്ടേറെ വിപണന സ്റ്റാളുകൾ, കാർഷിക മേഖലയിലെ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, മലിന വസ്തുക്കൾ, പുതിയ സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ. അപ്പോൾ കുറച്ച് ട്രീസും കാര്യങ്ങളെല്ലാം വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വിക്സ് തുളസിയില്ലേ അത്, പിന്നെ നമ്മുടെ മധുര തുളസി, പിന്നെ പാമ്പ് നമ്മളെ വീട്ടിലേക്ക് അരുതാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വീട്ടിലേക്ക് നമ്മളൊരു റബ്ബർ സൈഡും കൂടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം പാമ്പിനെല്ലാം കാണലുണ്ട് ചുറ്റുവട്ടത്തെല്ലാം. അതുകൊണ്ട് തന്നെ അതും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അതും കൂടി വാങ്ങാൻ വേണ്ടി നോക്കി. പിന്നെ ഫ്ലവേഴ്സ് എൻ്റെ വീട്ടിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും. ഇങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി. സാധനങ്ങളല്ല ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ആയുർവേദ ട്രീസ്, തുളസി അതെല്ലാം വാങ്ങിയിട്ട് ക്യാഷും കൊടുത്തു. ഇവിടെ ഇത് കഴിഞ്ഞാണ് കേട്ടോ വിചാരിച്ചത്. എൻ്റെ ദൈവമേ, പിന്നെ വേണ്ട, പൈസ പോയ വഴി അറിയില്ല. പിന്നെ അധികം പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടാ. എന്തെല്ലോ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിന്. അമ്മ മെയിനായിട്ട് ജൈവവളത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, 2 പാക്കറ്റിന് 50 രൂപ എന്ന് പറഞ്ഞിട്ട്. അമ്മ പിന്നെ അത് വാങ്ങി, അത് കവുങ്ങിനിടാന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അതായത് തൊപ്പി, ബാഗ് അങ്ങനത്തെ. പിന്നെ മെയിനായിട്ട് എനിക്ക് വേണ്ടത് പച്ചക്കറി. പൈസ
ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വളമല്ല ഇതൊക്കെ നമ്മളവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആളെ കണ്ടു. അങ്ങനെ കണ്ടിട്ട് നമ്മൾ കുറച്ച് ദിവസം സംസാരിച്ചു. പിന്നെ ഇവിടെ ഫോട്ടോസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതോടുകൂടി ഇത് കഴിഞ്ഞു എന്നാന്ന് വിചാരിച്ചത്. നേരെ ഫുഡ്, കുടുംബശ്രീക്കാരെ കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതായിരിക്കും. അപ്പോഴാണ് മെയിൻ സംഭവം വന്നത്. ഇവിടെ കാർഷിക വിളകളാണ് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.